മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ, നമ്മൾ ആര് പിന്തുണയ്ക്കണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ മുസ്ലിം ലീഗ് അത് വി.ഡി. സതീശനാകണം എന്നുള്ള നിലപാടെടുത്തിരുന്നു. അത് ഒരു യോഗത്തിൽ നടന്ന കാര്യമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ വി.ഡി. സതീശന് മുസ്ലിം ലീഗ് അവരുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ അത് പരസ്യമായി തന്നെ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് സർവേയിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനഹിതമാണ്, ജനഹിതം മാനിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് കൈക്കൊള്ളുക എന്നുള്ളതാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു, അവരുടെ പിന്തുണ വി.ഡി. സതീശന് ലഭിച്ചേക്കും എന്നുള്ളതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, കാര്യമായ ആവശ്യങ്ങൾ യു.ഡി.എഫിന് മുന്നിൽ, കോൺഗ്രസിന് മുന്നിൽ മുസ്ലിം ലീഗ് വെക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം, കൂടുതൽ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട്, അതായത് യു.ഡി.എഫിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യവും ഇത്തവണ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. നേരത്തെ കെ.സി. വേണുഗോപാലിന് വേണ്ടി എ.പി. അനിൽകുമാർ നേരിട്ടെത്തി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ പല നേതാക്കൾ ഈ പാണക്കാടെത്തി പാണക്കാട്ടിലെ മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്ന നീക്കമുണ്ടായിരുന്നു. എന്നാൽ അതിനോടെല്ലാം തന്നെ ഒരു നിശബ്ദതയായിരുന്നു ലീഗിന്റെ പ്രതികരണമെങ്കിൽ ഇപ്പോൾ ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ടൗൺ ഹാളിൽ കെ.എൻ.എ. ഖാദറിന്റെ ആത്മകഥാ പ്രകാശന വേദിയിലാണ്. ആ വേദിയിലേക്ക് ഇപ്പോൾ വി.ഡി. സതീശൻ എത്തിച്ചേരുകയാണ്. അദ്ദേഹമാണ് ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത്. ഇതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ എക്സിറ്റ് പോളിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം നടത്തിയേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ലീഗിന്റെ പിന്തുണ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 നേതാക്കൾ നേർക്കുനേർ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ പിന്തുണ ലഭിക്കാൻ പോകുന്നത് അത് വി.ഡി. സതീശനായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നേതാക്കളെ കാണാൻ കഴിയും. മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. എന്തായാലും രാവിലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അദ്ദേഹം പരിപൂർണമായിട്ടുള്ള പിന്തുണ വി.ഡി. സതീശന് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. നേരത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തു വന്നതിനെ ചൊല്ലി ചില മുറുമുറുപ്പുകൾ കോൺഗ്രസിലുണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യത്തിൽ ലീഗ് തീരുമാനം കൈക്കൊള്ളുന്നതിനെ ചൊല്ലി ഒരു വിമർശനം ഇതിനോടകം തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും അടക്കമുള്ള നേതാക്കളൊക്കെ ഈ ചടങ്ങിന് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.